ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ റെസിപ്പി ഒരു ഹെൽത്തി ആയിട്ടൊരു ഈവനിങ് സ്നാക്കാണ്. ഇത് വളരെ ഹെൽത്തിയാണ്, ഇത് നല്ല സോഫ്റ്റാണ്, സൂപ്പർ ടേസ്റ്റാണ്. ഈ സ്നാക്ക് എന്തൊക്കെ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ഇതിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഇല പ്ലാവിലയാണ്. ഒരുപാട് ഗുണങ്ങളുള്ള ഇലയാണ് പ്ലാവില. നമുക്ക് ഏത് ഇല വേണമെങ്കിലും ഇതിനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഈ വീഡിയോ ഫുള്ള് കാണാനൊന്ന് ശ്രമിക്കണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. തങ്കംസ് ഫാമിലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ഈവനിങ് സ്നാക്ക് നമ്മൾ ഉണ്ടാക്കുന്നത് ഇതാണ്ട് മത്തങ്ങ കൊണ്ടാണ്. ഇതൊരു മീഡിയം സൈസിലുള്ള മത്തങ്ങയാണ്. ഇതിൻ്റെ പകുതി ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊലിയൊക്കെ ചെത്തി കഴുകിയതിന് ശേഷം അത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതുപോലെ കുക്കറിൽ ഒരു പാത്രത്തിന് ഉള്ളിൽ വെച്ചിട്ട് ഒന്ന് ആവി കയറ്റി 2 വിസിലടുപ്പിച്ച് കഴിഞ്ഞാൽ അത് വെന്ത് കിട്ടും. വെള്ളമൊന്നും ഒഴിക്കണ്ട. അപ്പോൾ പിന്നെ കുറച്ച് മധുരത്തിനാവശ്യമായ ശർക്കര എടുത്തിട്ടുണ്ട്. അത് കുറച്ച് വെള്ളത്തിൽ, കൂടുതൽ വെള്ളം ഒഴിക്കണ്ട, ഒരു 1/4 ഗ്ലാസ് വെള്ളത്തിൽ അതൊന്ന് ഉരുക്കിയെടുക്കണം. ഒരു കാര്യം പറയാൻ മറന്നുപോയി, മത്തങ്ങ എടുക്കുമ്പോൾ നല്ലപോലെ വിളഞ്ഞ പഴുത്ത മത്തങ്ങ വേണം എടുക്കാൻ. അത് ഏത് സ്വീറ്റ്സ് ഉണ്ടാക്കാനാണെങ്കിലും നല്ലപോലെ വിളഞ്ഞ പഴുത്ത മത്തങ്ങ വേണം ഉപയോഗിക്കാൻ. മത്തങ്ങയുടെ അടിയിൽ കുറച്ച് വെള്ളം കാണും. ആ വെള്ളം ഒന്ന് ഊറ്റിയെടുത്തിട്ട് തേങ്ങയും ശർക്കരയും മിക്സ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഒഴിച്ചാൽ മതി. ഇത് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കണം. മിക്സിയിൽ വെച്ച് അടിക്കരുത്. ഇതുപോലെ എന്തെങ്കിലും കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കുക. നല്ലപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഉടച്ചെടുത്താൽ മതി. എല്ലാ കഷ്ണങ്ങളും ഉടഞ്ഞു കിട്ടണം. ഇപ്പോൾ ശർക്കര ഉരുക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇതാ വളരെ കുറച്ച് വെള്ളത്തിലാണ് ഞാനിവിടെ ശർക്കര ഉരുക്കി എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട്. ഇതൊരു മുറി തേങ്ങയുണ്ട്. തേങ്ങയും മധുരമൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയോ കുറച്ചോ ഒക്കെ ഉപയോഗിക്കാം. ചൂട് കട്ടിയുള്ള ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ ശർക്കര ഉരുക്കി വെച്ചിരിക്കുന്ന അതിലേക്ക് അരിച്ചൊഴിക്കുകയാണ്. അപ്പോൾ കല്ലൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ് അരിച്ചൊഴിക്കുന്നത്. ഇത് ഏകദേശം ഒരു 3/4 ഗ്ലാസ് ശർക്കര പാനി കാണും. ഇനി ഇതിൽ എന്നിട്ട് ആ പാത്രം കഴുകി ഒരല്പം വെള്ളം കൂടെ ചേർത്താലും കുഴപ്പമില്ല. കുറച്ച് കൂടുതൽ സമയം ഒന്ന് വറ്റിക്കേണ്ടി വരുമെന്ന് മാത്രം. ഇനി അതിലേക്ക് തിരുവിയ തേങ്ങ കൂടി ചേർക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി ആ ശർക്കരയുടെ ഒരു മധുരം തേങ്ങയിലൊക്കെ ഒന്ന് പിടിച്ച് ആ തേങ്ങ ഒന്ന് വെന്ത് വരണം. അല്പം ഏലക്കാപ്പൊടി ഞാൻ ചേർത്തിട്ടുണ്ട്. അത് ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് അല്ലാതെ തന്നെ ഇതിന് നല്ല ടേസ്റ്റാണ് ഈ സ്നാക്ക്. പിന്നെ ഏലക്കയും ജീരകവും ഒക്കെ ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം. ശർക്കര പാനിയൊക്കെ ഒന്ന് വറ്റി വരുമ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഒരു പകുതി മാറ്റി വയ്ക്കാം. ഒരല്പം ഫില്ലിങ്ങിനായിട്ടാണ് ഞാനിത് മാറ്റി വയ്ക്കുന്നത്. ബാക്കി പകുതിയിലേക്ക് നമ്മൾ ഉടച്ചു വെച്ചിരിക്കുന്ന മത്തങ്ങ ചേർക്കാം. അതുകൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. മത്തങ്ങ ചേർക്കുമ്പോൾ ഇതൊരല്പം ലൂസാവും. ഇച്ചിരി ലൂസായിട്ടിരിക്കുന്നതാണ് നല്ലത്. മത്തങ്ങ വേവിച്ചപ്പോൾ മാറ്റി വെച്ച വെള്ളം കൂടി ഇതിൻ്റെ കൂടെ ചേർക്കാം. റവ ചേർക്കാനുള്ളതാണ്. പിന്നെ കുറച്ച് ഉപ്പും ഏലക്കാപ്പൊടിയും ചേർക്കുന്നുണ്ട്. ഞാനിവിടെ 1 ഗ്ലാസ് റവ എടുത്തിട്ടുണ്ട്. അത് കുറേശ്ശെ ചേർത്ത്, എന്തായാലും എനിക്ക് 1 ഗ്ലാസ് റവ ഫുള്ള് ഞാൻ ഉപയോഗിച്ച് അത് അപ്പോഴേക്കും അത്ര ഉപയോഗിച്ചപ്പോഴാണ് ഇത് ഇതുപോലെ ഒന്ന് കുഴഞ്ഞു വന്നത്. അപ്പോൾ അതനുസരിച്ച് റവ ചേർക്കണം. അപ്പോൾ റവ ചേർത്ത് ഇതെല്ലാം ഒന്ന് കുഴഞ്ഞ് വന്ന് കഴിയുമ്പോഴേക്കും നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതിവിടെ ഒന്ന് അടച്ചു വെക്കണം. അപ്പോൾ ഇതിൻ്റെ മധുരമൊക്കെ നോക്കണം. മധുരം വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം കുറച്ച് ശർക്കരയോ പഞ്ചസാരയോ ചേർക്കാം. നെയ്യ് വേണമെങ്കിൽ കുറച്ചും കൂടെ ചേർക്കാം. ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് പ്ലാവിലയിലാണ്. ഈ പ്ലാവില എങ്ങനെ കോട്ടുന്നതെന്ന് നോക്കിക്കോളൂ. ഇങ്ങനെ കോണിച്ച് കോട്ടിയെടുക്കണം. അറിയാമല്ലോ, എല്ലാവർക്കും അറിയാമായിരിക്കും. പ്ലാവിലാണ്ട് ഇതുപോലെ പിടിച്ചിട്ട് ആ തുമ്പ് വശം അകത്തോട്ട് വെച്ച് നെടുപ്പ് വെളിയിൽ വരണം. എന്നിട്ട് ഈർക്കിലി കൊണ്ട് തന്നെയാണ് ഞാൻ കോട്ടിയെടുത്തിട്ടുള്ളത്. കഞ്ഞി കുടിക്കുന്ന പോലെ അല്ല, ഒന്നും കൂടെ കോണ് പോലെ വരണം. അങ്ങനെ എല്ലാം ഇങ്ങനെ കോണായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ സ്നാക്ക് ഉണ്ടാക്കാം. റവ കുഴച്ച് വെച്ചതിൽ നിന്നൊരു പകുതി മാറ്റി വെച്ചിട്ട് ബാക്കി പകുതി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫില്ലിങ്ങിനായിട്ട് മാറ്റി വെച്ച തേങ്ങാ ശർക്കര മിക്സ് അതും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫില്ല് ചെയ്യാം. അപ്പോൾ ഈ ബാക്കി പകുതി എടുത്ത് വെച്ചേക്കുന്ന വഷണയിലയിൽ ഉണ്ടാക്കാനാണ്. ഇത് നമ്മളകത്ത് ഇതുപോലെ മധുരം വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമ്മുടെ പ്ലാവിലയുടെ കോണിലേക്ക് കുറച്ച് മാവ് എടുത്ത് വെച്ച് ഇതുപോലെ വിരൽ കൊണ്ടൊന്ന് നടുക്കോട്ടൊന്ന് കുഴിച്ച് അതിൻ്റെ സൈഡിലേക്ക് മാവെല്ലാം ഒന്ന് ചുറ്റിച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ നടുക്ക് ഭാഗത്തേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കുക. പിന്നെ കുറച്ച് മാവെടുത്ത് അതിൻ്റെ മോൾ ഭാഗം ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. പ്ലാവില കോണാക്കിയപ്പോൾ ഈർക്കിൽ കൊണ്ട് നമ്മൾ അവിടെ സേഫാക്കി വെച്ചേക്കുന്നതുകൊണ്ട് അഴിഞ്ഞൊന്നും പോവില്ല. അപ്പോൾ ഇതുപോലെ കുറച്ച് മാവെടുത്തതിന് ശേഷം വിരൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കുഴിച്ച് അതിൻ്റെ സൈഡിലെല്ലാം ഇങ്ങനെ സൈഡിലോട്ട് ഒതുക്കി നടുക്കൊരു ഹോളാക്കി കൊടുത്തിട്ട് അതിലേക്ക് ഫില്ലിങ് വെക്കുക. ഫില്ലിങ് വെച്ചിട്ട് ഒരുപാട് പ്രസ്സൊന്നും ചെയ്യണ്ട. അതിൻ്റെ മുകളിലേക്ക് പിന്നെ കുറച്ച് മാവ് എടുത്ത് വെച്ച് അത് ഫുള്ള് കവർ ചെയ്ത് കൊടുക്കുക. നമ്മൾ വെച്ച ഫില്ലിങ് വെളിയിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അപ്പോൾ അതെല്ലാം ഞാൻ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇനി ആവിയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുക. അതെങ്ങനെ നിങ്ങൾ സാധാരണ എങ്ങനെ വെക്കുന്നോ അതുപോലെ ആവിയിൽ വേവിച്ചെടുക്കുക. ഇതെല്ലാം വെന്ത സാധനമാണ്. അതുകൊണ്ട് ഒരുപാട് സമയമൊന്നും വേണ്ട.
അപ്പോൾ എല്ലാം ഞാൻ ആവിയിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. നോക്കൂ, നമ്മുടെ ഈവനിങ് സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. മത്തങ്ങ, റവ, ശർക്കര, പ്ലാവില എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങളാണ്. ഒരെണ്ണം അഴിച്ച് നോക്കാം. കണ്ടോ, നല്ല സോഫ്റ്റാണിത്. നല്ല കളറുണ്ട്, മത്തങ്ങയുടെ ഒരു കളറുണ്ടല്ലോ, ഓറഞ്ച് കളറ്, അതൊക്കെ വരുമ്പോഴത്തേക്ക് കാണാനും നല്ല കളറാണ്. ഇതാ ഭയങ്കര സോഫ്റ്റാണ്. ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, അടിപൊളി ടേസ്റ്റാണേ. തീർച്ചയായിട്ടും നിങ്ങളിത് ഒരു പ്രാവശ്യമെങ്കിലും ഈ മധുരം ഒന്ന് ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അത്രയ്ക്ക് ഹെൽത്തിയാണ്, ടേസ്റ്റിയാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ കറി വയ്ക്കാനായിട്ട് മത്തങ്ങ വാങ്ങുമ്പോൾ മിച്ചമൊക്കെ വരൂലേ, അപ്പോൾ അതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. പിന്നെ നമ്മൾ മാവ് കുഴച്ചതിൽ നിന്ന് പകുതി മാറ്റി വെച്ചില്ലേ, അത് ഞാൻ ഇതുപോലെ വഷണ ഇലയിൽ കുഴച്ച് വെച്ചിട്ട്, നമ്മൾ സാധാരണ ചക്ക കൊണ്ട് കുമ്പിളുണ്ടാക്കുന്ന കണക്ക് വഷണ ഇലയിൽ ഇതുപോലെ കുഴച്ച് വെച്ചുണ്ടാക്കി. അതും നല്ല ടേസ്റ്റാണ്. രണ്ടും നല്ല സൂപ്പർ ടേസ്റ്റാണ്. തീർച്ചയായിട്ടും ഇതിലേതെങ്കിലും ഒന്നോ ഇത് രണ്ടോ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുട്ടികൾ പിന്നെയും പിന്നെയും ചോദിച്ച് വാങ്ങിച്ച് കഴിക്കുന്ന ഒരു സ്നാക്കാണിത്. മത്തങ്ങയുടെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ. മത്തങ്ങ കൂടുതൽ കിട്ടുമ്പോൾ ഇതുപോലെ കുറച്ച് ഉണ്ടാക്കി ഫ്രിഡ്ജിലെടുത്ത് വെച്ചിരുന്നാൽ മതി. അപ്പോൾ വൈകുന്നേരം ആകുമ്പോഴേക്കും കുക്കറിലേക്ക് കയറ്റി ആവി കയറ്റി എടുത്താൽ കുട്ടികൾക്കും കൊടുക്കാം, നമുക്കും കഴിക്കാം. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ സ്റ്റേ ഹെൽത്തി ആൻഡ് ഹാപ്പി. താങ്ക് യു.